മീനാക്ഷി, അല്ലിയരസിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? ഇല്ലമ്മേ, എന്താ പുതിയ വിശേഷം? അവളുടെ ഭർത്താവ് അറിവുടയെ നമ്പി മടങ്ങിയെത്തി. തൃക്കടയൂരപ്പ, ഭഗവാനെ നിനക്ക് നന്ദി. ഇനിയെങ്കിലും അല്ലിയരസി രക്ഷപ്പെടുവല്ലോ. അവളെ ബാധിച്ചിരിക്കുന്ന ആദി വിട്ടുമാറുമല്ലോ. ഇല്ല മീനാക്ഷി, അവളുടെ ആദി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന നിലപാടാ അവളുടെ ഭർത്താവിന്. ഒടുവിൽ അല്ലിയരസിയുടെ അച്ഛൻ മഹാരാജന് മുന്നിലെത്തി ആവലാതി ബോധിപ്പിച്ചു. ഇന്ന് ഈ ക്ഷേത്രത്തിൽ മഹാരാജന്റെ നേതൃത്വത്തിൽ വിചാരണ സഭ കൂടുകയാണ്. അല്ലിയരസിയും കുടുംബക്കാരും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. വിചാരണ കേൾക്കാൻ പോവാൻ വള്ളിയമ്മേ. മാലയൊക്കെ പിന്നീട് കോർക്കാം. മീനാക്ഷി നടന്നോളൂ, ഞാനിതെല്ലാം എടുത്തു വെച്ചിട്ട് വരാം. കൈലാസനാഥ, പന്നകഭൂഷണ, വിഭൂതിപ്രിയ, ശ്രീ നീലകണ്ഠ, ദേവി ജഗദംബികെ, ജഗന്നാഥെ, ഈ ഉള്ളവളുടെ ദാമ്പത്യ ജീവിതം മഹാരാജന്റെ നാവിൻ തുമ്പിൽ തങ്ങി നിൽക്കുന്ന ഈ നിർണായക ഘട്ടം അവിടുന്ന് കാണുന്നില്ലേ? ദേവീ ദേവന്മാരെ, എന്നെ ബാധിച്ച വൈരൂപ്യം മഹാവ്യാധിയായ വസൂരിയാക്കി മാറ്റിയതെന്തേ? എന്നെ അന്ധയാക്കി ഒരു ശാപജന്മമാക്കി മാറ്റി പരീക്ഷിക്കുന്നത് എന്തേ ജഗന്നാഥരെ? ഈ മഹാവ്യാധിയും അന്ധതയും മൂലം എന്റെ ജീവിതം മാറ്റിമറിക്കാൻ അനുവദിക്കരുതേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് ഈ ജന്മം സാധ്യമല്ല. എനിക്ക് രോഗമുക്തി ഉണ്ടാവണം. എനിക്ക് കാഴ്ചശക്തിയും തിരിച്ചു നൽകി രക്ഷിക്കണേ ഭഗവാനെ. എന്റെ പൂർവസ്ഥിതി തിരിച്ചു നൽകി എന്നെ സ്വീകരിക്കുവാൻ എന്റെ ഭർത്താവിന് മനസ്സ് തോന്നിക്കണേ ഭഗവാനെ. എനിക്ക് അനുകൂലമായ വിധി കൽപ്പിക്കാൻ മഹാരാജാവിനെ പ്രാപ്തനാക്കണേ ദേവീ ദേവന്മാരെ. അടിയന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ കരണീയമായിട്ടുള്ളൂ. അതിനിട വരുത്തരുതേ ദേവീ ദേവന്മാരെ. വാ ചേച്ചി, പോവാം. ഹേ ഭക്തൻ അല്ലിയരസി, ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറിൽ നിന്നും ജലമെടുത്ത് നീരാട്ട് നടത്തിയ ശേഷം വിചാരണ സഭയിലേക്ക് പോവുക. നിന്റെ ദുഃഖങ്ങൾക്ക് നിവാരണമുണ്ടാകും. നിനക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകാം. മംഗളം ഭവിക്കട്ടെ. വാ ചേച്ചി, വരൂ. ഞാൻ മീനാക്ഷി. കണ്ടതിൽ സന്തോഷം. മീനാക്ഷിയെക്കുറിച്ച് ചേച്ചിയും അല്ലിമലരും പറഞ്ഞ് ധാരാളം കേട്ടിരിക്കുന്നു. ഞാനാണ് അല്ലിമലറിന്റെ ഭർത്താവ് പുകഴേന്തി. ഇത് ചേച്ചിയുടെ ഭർത്താവ് അറിവുടയെ നമ്പി. അല്ലിയരസി അല്ലിമലരും വന്നില്ലേ? വന്നു. തൊഴുതു പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. ചേച്ചിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവളുടെ മുഖത്ത് വൈരൂപ്യം ബാധിച്ചെന്ന് അല്ലിമല്ലർ പറഞ്ഞറിഞ്ഞു. എന്നാൽ അതിനേക്കാൾ ശോചനീയമായ അവസ്ഥയാണ് പിന്നീടുണ്ടായത്. ചേച്ചിയുടെ വൈരൂപ്യം വസൂരി രോഗം ബാധിക്കാനുള്ള മുന്നോടിയായിരുന്നു. ചേച്ചി ഇപ്പോ വസൂരി രോഗിയാണ്. ഇനി ചേച്ചിക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ മഹാരാജൻ തന്നെ വിചാരണ നടത്തേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് ചേച്ചി എവിടെ? പ്രാർത്ഥിക്കാനെന്നും പറഞ്ഞു പോയിട്ട് കുറെ നേരം ആയല്ലോ. വസൂരി അന്ധതയും ബാധിച്ച ഒരുവളെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഒരു രാജാവും വിധിക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കി ചേച്ചി അനിയത്തിയും കൂടി എങ്ങോട്ടോ കടന്നിരിക്കുക. അഥവാ രാജാവ് അവളോടൊപ്പം കഴിയണമെന്ന് വിധിച്ചാലും
കൽപ്പന ഞാൻ അനുസരിക്കില്ല. വധശിക്ഷ വിധിച്ചോട്ടെ. ഇങ്ങനെയുള്ള ഒരുവളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം വധശിക്ഷ തന്നെയാ. മഹാരാജന് മഹാറാണി എഴുന്നള്ളിയിട്ടുണ്ട്. അവരുടെ സമക്ഷത്തിലാ ചേച്ചി നിൽക്കുന്നത്. പ്രണാമം മഹാരാജൻ. പ്രണാമം റാണി തിരുമനസേ. അടിയനൊരു സംഗതി ഉണർത്തിക്കാനുണ്ട്. തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അടിയങ്ങൾ ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി നിങ്ങൾ എന്താ കേട്ടത്? ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറ്റിൽ നിന്നും ജലം കോരി നീരാട്ട് കഴിഞ്ഞ ശേഷം വിചാരണയെ നേരിട്ടാൽ മതിയെന്ന്. നീരാട്ട് കഴിച്ചു വരാനുള്ള അനുവാദം ഉണ്ടാകണം. ഭഗവാന്റെ അരുളപ്പാട് കേൾക്കാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്കുണ്ടായല്ലോ. അനുവാദം കൊടുക്കുകയല്ലേ മഹാരാജൻ? കൊടുക്കാമല്ലോ. ഭഗവാന്റെ അരുളപ്പാട് ശിരസാ വഹിക്കാൻ നാം ബാധ്യസ്ഥനാണ്. ക്ഷണത്തിൽ പോയി നീരാട്ട് കഴിച്ചു വരിക. എനിക്ക് കാഴ്ച കിട്ടി. എനിക്കിപ്പോ എല്ലാം കാണാം. മുത്തശ്ശി, എനിക്ക് ഭഗവാൻ കാഴ്ച നൽകിയിരിക്കുന്നു. നോക്ക് ചേച്ചി. ചേച്ചി, മുഖത്തെ പാടുകളൊക്കെ മാഞ്ഞിരിക്കുന്നു. ചേച്ചി സുന്ദരിയായിരിക്കുന്നു. തീർത്ഥക്കിണറ്റിലെ ജലം ഭഗവാൻ ഔഷധ മൂല്യവത്താക്കി. നിന്നെ അമൃതകടേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു കുട്ടി. പഴയ സുന്ദരിയായ നിന്നെ കാണുമ്പോ നീ അയാളുടെ ഭാര്യയാണെന്ന് അയാൾ സമ്മതിച്ചിരിക്കും. വരൂ.
കിണറ്റിലെ തീർത്ഥജലം പതിച്ചപ്പോ അടിയന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അടിയന്റെ രോഗവും വസൂരിക്കലയും എല്ലാം മാറിക്കിട്ടി. തൃക്കടയൂരപ്പ ഭഗവാനെ, അമൃതകടേശ്വരനായ അങ്ങ് ഭിക്ഷാങ്കുരനായി മാറി ഒരു ഉത്തമ ഭക്തിയിൽ ചുരുഞ്ഞ അനുഗ്രഹവർഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള മഹാഭാഗ്യമുണ്ടായല്ലോ ഭഗവാനെ. ഭഗവാനെ, ഭക്തവത്സല, നിന്റെ ശക്തി ചൈതന്യങ്ങൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം. അറിവുടയ നമ്പി, കൽപ്പിച്ചാലും പ്രഭു. അല്ലിയരസു തന്നെയാണോ നിങ്ങളുടെ ഭാര്യ? അതെ. കാശിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോ അല്ലിയരസി ഭാര്യയല്ലെന്ന് നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? അടിയൻ മടങ്ങിയെത്തിയപ്പോ അല്ലിയരസിക്ക് വല്ലാത്ത വൈരൂപ്യം ഉണ്ടായിരുന്നു മഹാരാജൻ. വൈരൂപ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നില്ലേ? അനുജത്തി അല്ലിമലരാണ് നിങ്ങളുടെ ഭാര്യ, അവളെ സ്വീകരിക്കാമെന്ന നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? അത് അപമര്യാദയല്ലേ? സംസ്കാര ശൂന്യതയല്ലേ? നിങ്ങൾ ബ്രാഹ്മണനല്ലേ? അതെ. ബൃഹത് മാനസേതി ബ്രാഹ്മണ എന്നാണ്. ബ്രാഹ്മണൻ ബൃഹത്തായ മനസ്സുള്ളവനായിരിക്കണം. ബൃഹത്തായ മനസ്സിൽ നിന്നും ഇങ്ങനെ ഒരു അധമചിന്ത ഉണ്ടാകുമോ? അടിയൻ പശ്ചാത്തപിക്കുന്നു തിരുമനസ്സേ. അടിയന്റെ അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ദുരാഗ്രഹത്തിന് അടിയന് മാപ്പ് നൽകണം. സാധ്യമല്ല. സ്വന്തം സഹോദരിയായി കാണേണ്ട ഭാര്യ സഹോദരിയെ മോഹിച്ച നിങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ കുറ്റവാളിയാണ്. ശിക്ഷയെ അനുഭവിച്ചിരിക്കണം. അരുത് മഹാരാജൻ, അടിയന്റെ നാഥനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം. സ്വന്തം തെറ്റു മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന ഭർത്താവിനെ ഒപ്പം ജീവിക്കാൻ അനുവദിക്കണം. കനിവുണ്ടാവണം മഹാരാജൻ. ദൈവാനുഗ്രഹമുള്ള കുട്ടിയുടെ അപേക്ഷയല്ലേ മഹാരാജൻ? അത് നിരസിക്കാൻ പാടില്ല. അങ്ങനെ ആവട്ടെ. അറിവുടയ നമ്പി, കൽപ്പിച്ചാലും തിരുമനസ്സേ. ഏറെക്കാലം ഭാര്യയ്ക്ക് വിരഹദുഃഖം സമ്മാനിച്ചു. ഒടുവിൽ മടങ്ങിയെത്തിയപ്പോ ഭാര്യയെ തള്ളിപ്പറയുകയുണ്ടായി. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുന്ന അല്ലിയരസിയുടെ മനസ്സിന്റെ ശ്രേഷ്ഠത ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? തിരിച്ചറിഞ്ഞിരിക്കുന്നു മഹാരാജൻ. ഇനിയെങ്കിലും ഐക്യത്തോടെ ജീവിക്കുക. കൽപ്പന പോലെ. സംഭവിച്ചതെല്ലാം മറന്ന് ഇനിയുള്ള കാലം മുഴുവൻ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്ക. മുത്തശ്ശി ഞങ്ങളെ അനുഗ്രഹിക്കണം. തൃക്കടയൂരപ്പ, ഭഗവാനെ, സർവേശ്വര,
രാത്രി സ്വസ്ഥമായി ഒന്നുറങ്ങാൻ സമ്മതിക്കാതെ ഓരോ അവലക്ഷണങ്ങൾ വന്ന് കീറിക്കോളും. മുശേട്ടാ, പണ്ഡിതന്റെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം ലഭിച്ചു സ്വാമികളെ. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ഞങ്ങൾ ഉത്തരം ആലോചിച്ചു നോക്കി. ഒരു എത്തും പിടിയും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിച്ചു, സ്വാമിക്ക് അതിന്റെ ഉത്തരം കിട്ടാൻ ശിവപാർവതിമാർ കനിയണേ എന്ന്. ഉത്തരം കിട്ടിയോ സ്വാമി? സ്വാമി, അങ്ങ് തൃക്കടിയൂർ ദേശക്കാരനാണ്, ഏവരും ബഹുമാനിക്കുന്ന സാത്വികനായ ശിവപാദർ. പക്ഷേ ഏതോ ദൂരദേശത്തു നിന്നും അഹംഭാവത്തിന്റെ വിഴുപ്പ് പാണ്ഡവും പേറി വന്നിരിക്കുകയാണ് ആ ഭട്ടപാദർ. ശരി ഉത്തരം നൽകി ഭട്ടപാദരുടെ അഹന്തയുടെ മുന ഒടിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ നാണക്കേട് അങ്ങേക്ക് മാത്രമല്ല, ഈ നാടിന് മുഴുവനും ഉണ്ടെന്ന് അങ്ങ് ഓർക്കണം. അങ്ങനെ എന്നെയും തൃക്കടയൂരിനെയും അവമതിയിലാഴ്ത്താൻ ഉമാമഹേശ്വരന്മാർ സമ്മതിക്കുമോ മീനാക്ഷി? വിഷമിക്കാതെ. ദേ പണ്ഡിത ശ്രേഷ്ഠൻ വരുന്നുണ്ട്. മുഖവുരിയൊന്നും വേണ്ട. നാം ഇന്നലെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു. മഹാമേരുവിനേക്കാൾ ഔന്നിത്യമുള്ളത് എന്താണ്? മനുഷ്യൻ എത്ര ദാനധർമ്മങ്ങൾ പുലർത്തിയാലും അഹംബോധം ഞാനെന്ന ഭാവം പുലർത്തിയാൽ ആ ദാനധർമ്മത്തെ ആരും വിലമതിക്കില്ല. ഒരു സൽഫലേച്ഛയും ചെയ്യില്ല ആ ദാനധർമ്മം. അഹംഭാവം ഒട്ടുമേ ഇല്ലാതെ ദാനധർമ്മം ആചരിച്ചാൽ ആ ദാനധർമ്മത്തിന് മഹാമേരുവിനേക്കാളും ഔന്നത്യം ഉണ്ടാവും. ഈ ഉത്തരം തെറ്റാണ്. വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ച ഞങ്ങളുടെ പണ്ഡിത ശ്രേഷ്ഠന് പണ്ഡിത നിലവാരമുള്ള ശരി ഉത്തരം പറയാനുണ്ടാവും. ശരി ഉത്തരം പറയണം പണ്ഡിത ശ്രേഷ്ഠരെ. ഏകനാഥൻ പറഞ്ഞ ഉത്തരം തന്നെയാണ് നാം പഠിച്ച വേദശാസ്ത്രങ്ങളിലുമുള്ളത്. അടുത്ത ചോദ്യം, കടലിനേക്കാൾ വിസ്താരമുള്ളത് എന്തിനാണ്? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുവനെ മനുഷ്യൻ എന്ന പദത്തിന് അർഹനാക്കുന്നത്. പരോപകാരത്തോളം പുണ്യം മറ്റൊന്നിനുമില്ല. പക്ഷേ ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യും, മറിച്ച് നീയും എനിക്ക് ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഉപകാരം ഉപകാരമേ അല്ല. സ്വാർത്ഥതയുടെ ലവലേശം പോലും ഇല്ലാതെ ചെയ്യുന്ന ഉപകാരത്തിന് കടലിനേക്കാളും പരപ്പുണ്ടാവും.